യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് 31-ാം തീയതി, ഈ മാസത്തിലെ അവസാന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ ഒരു മാസക്കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത്, നമ്മളെ സംരക്ഷിച്ചതിനെ ഓർത്ത്, തൻ്റെ കരുണയാൽ പൊതിഞ്ഞു പിടിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ശരിക്കും നമ്മുടെ ജീവിതമൊന്നും പോരാ കർത്താവിന് നന്ദി പറയാനായിട്ട്. ഓരോ കാര്യങ്ങളോർത്ത് നന്ദി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ സമയം പോകുന്നത് അറിയില്ല. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കൃതജ്ഞതയർപ്പണം. ഈശോയ്ക്ക് നന്ദി പറയുക. 10 കുഷ്ഠരോഗികൾ സുഖപ്പെട്ടപ്പോൾ ഒരുവൻ മാത്രം തിരിച്ചു വന്നപ്പോൾ ഈശോ ചോദിച്ചു, ബാക്കി 9 പേരെവിടെ? അവരും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിരുന്നില്ലേ? അവരും ദൈവത്തിന് നന്ദി പറയേണ്ടതായിരുന്നില്ലേ എന്നായിരുന്നു ഈശോയുടെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ദേവാലയത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ശാന്തമായിരുന്ന് ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളിന്ന് സമയം ചെലവഴിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്കറിയാം സെപ്റ്റംബർ 1-ാം തീയതിയാണ്. നാളെ മുതൽ 8 നോമ്പ് ആരംഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നല്ലൊരു പിറന്നാൾ സമ്മാനം നമ്മൾക്ക് നൽകണം. അതിനുവേണ്ടി സാധിക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുക. ഈ 8 നോമ്പ് എങ്ങനെ ആചരിക്കണം, എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യണം, എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്തണം എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വർഗം നമുക്ക് നൽകട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ഒരു മാസക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനോർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഇനിയുള്ള മാസത്തിലും അങ്ങയുടെ വലിയ പരിപാലന ദർശിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവിൻ്റെ വലിയ കരുണയും സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.